ഒരു സന്തോഷകരമായ വാർത്ത അറിയിക്കാനാണ് വന്നത്. നമ്മൾ നടത്തിയ എക്സ്പോർട്ട് ബേസിക് ക്ലാസ്സുകൾക്കൊക്കെ ചെറിയ ഗുണങ്ങൾ ഒക്കെ വന്നു തുടങ്ങി. ഒരു 3ഓളം ആളുകൾ എക്സ്പോർട്ടിലേക്ക് ഏകദേശമൊക്കെ കടന്നു തുടങ്ങാറായി. വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളുമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർ നേരത്തെ ഉണ്ടാക്കുന്നവരായിരുന്നു എങ്കിലും അത് എക്സ്പോർട്ട് ചെയ്യാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചതിലും അതുവഴി അതിലോട്ട് അവർ മുന്നോട്ട് വരാൻ സാധിക്കുന്നതിലും നമ്മുടെ ബാക്കിയുള്ള ആളുകൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കരധികം സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഗുണം ചെയ്തു. നമ്മൾ അത്ര സമയമൊക്കെ സ്പെൻഡ് ചെയ്തെങ്കിൽ ഇതൊക്കെ ഗുണം ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇനിയും ആളുകൾ ഒരുപാട് ഇതിൻ്റെ അകത്തുണ്ട്. ഗ്രൂപ്പുകളുണ്ട്, ക്ലാസ്സിൽ പങ്കെടുത്തോടെ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ റെക്കോർഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നവരെ, ഉറപ്പ് വരുത്തുന്നവരെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇടയ്ക്കുന്നുള്ള കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ സംശയങ്ങൾക്കുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റ് പോലെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. സാമ്പിൾസ് എല്ലാം ഡേറ്റകളും എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനെ ആ ഒരു സെക്ഷൻ അതതിൻ്റെ സൈഡിൽ കൂടെ നല്ല രീതിയിൽ അങ്ങ് നടന്ന് പോകുന്നുണ്ട് എന്ന് ഞാൻ നമ്മുടെ ഫോളോവേഴ്സിനെ എല്ലാവരും അറിയിക്കുകയാണ്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമായിരുന്നു. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഈ അടിമാലിയിൽ കിടക്കുന്ന എനിക്ക് ചെയ്യാമെങ്കിൽ ആർക്കും ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അതിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാനൊക്കെ ശ്രമിച്ചത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. അതിനെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ടാണ് അവസാനത്തെ ക്ലാസ് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ ആളുകൾക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ് 3-4 ക്ലാസ്സുകൾ നടത്തിയതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടായി. ഏകദേശം 1,30,000 രൂപ നമുക്കതിൽ നിന്ന് കിട്ടി. അതിൽ കൂടുതൽ കിട്ടി. പിന്നെ ചിലവ് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം 1,30,000 രൂപയാണ് നമുക്കുണ്ടായത്. ആ പൈസ ഒരു 20,000 രൂപ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ട് ഒരു അവാർഡ് കൊടുക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു. അതിൻ്റെ വീഡിയോന് മുമ്പ് കിടപ്പുണ്ട്. അതിന് പക്ഷേ നമ്മൾ വിചാരിച്ചത്ര റെസ്പോൺസൊന്നും ആളുകൾ തന്നിട്ടില്ല. എന്തേ അവാർഡൊന്നും വേണ്ടേ, അവാർഡൊന്നും കൊടുക്കണ്ടേ? അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ മതത്തിലുള്ള ആളുകളോടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിലുള്ള ആളുകളോടോ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന കൂട്ടുകാരോടോ മാത്രം നമ്മൾ ഒരു സ്നേഹം പുലർത്തിയാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഈ ഭാഷ സംസാരിക്കുന്നവർ തമ്മിലൊരു വലിയ കണക്ഷനുണ്ട്. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നിട്ട് ഒരു മലയാളിക്ക് വേറൊരു മലയാളിനെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ആ മലയാളിക്ക് അതേ മതത്തിലുള്ള മറ്റൊരു ഭാഷക്കാരനെ കാണുമ്പോൾ കിട്ടത്തില്ല. അതേ പാർട്ടിയിലുള്ള വേറൊരു ഭാഷക്കാരനെ കാണുമ്പോൾ കിട്ടത്തില്ല. അപ്പം നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആളുകളോട് നമുക്ക് ഒരു വല്ലാത്ത സ്നേഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആളുകളെല്ലാവരും വളരെ 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 നല്ല ആളുകളാണ് എന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കാം. നമുക്ക് വളരെ നല്ല ആളുകളല്ലെങ്കിൽ വളരെ നല്ല ആളുകളാവാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കാം, പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കാം. അതിൽ നിന്നും ഒരു ബെറ്റർ കമ്മ്യൂണിറ്റി ഇവിടെ ഡെവലപ്പായി വരും. മലയാളികളെന്ന് പറയുന്ന ഒരു സ്പീഷ്യസ് അത് വളരെ നല്ലതാണെന്ന് ആഗ്രഹിക്കും. ഞാൻ പലപ്പോഴും പല കോളേജുകളിലൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇവിടെ മെക്സിക്കോയിൽ ഒരു ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിച്ച് നിന്നാൽ ഒരാൾ ഓടി വരുന്നത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ഇവിടെ കേരളത്തിൽ നമുക്ക് ഫോൺ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ പോലീസുകാർ അത്ര സ്ട്രിക്റ്റാണ്. ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ട് തരും. ഈയിടയ്ക്ക് എറണാകുളത്തെ ഒരു പാർട്ടിക്കിടയിൽ കുറച്ച് നോർത്ത് ഇന്ത്യക്കാർ വന്ന് ഫോൺ അടിച്ചുകൊണ്ട് പോയവരൊക്കെ പൊക്കി സകല ഫോണും തിരിച്ചു കൊണ്ടുവന്ന നമ്മുടെ പോലീസിൻ്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് രാത്രികളിൽ പുറത്തിറങ്ങി നടക്കുന്ന പെൺകുട്ടികൾ. അത് നമ്മുടെ രാജ്യത്ത് നോർത്ത് ഇന്ത്യ സേഫാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ കേരളത്തിൽ രാത്രി പുറത്തിറങ്ങി നടക്കുന്ന അത്രയും സേഫ്റ്റി നമ്മൾ വിശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന പല രാജ്യങ്ങളിലും ഇല്ല. ഇപ്പോൾ നമ്മൾ കണ്ടു, സുനാമി നമ്മൾ കണ്ടു, കേരളത്തിലെ പ്രളയം നമ്മൾ കണ്ടു, വയനാട് ദുരന്തം കണ്ടു. ഇവിടെയൊക്കെ മലയാളികൾ റിയാക്ട് ചെയ്തതും മലയാളികൾ എങ്ങനെയാണ് അവിടെയൊക്കെ പ്രതികരിച്ചതെന്നും ഇതിനൊക്കെ ഒപ്പം നിന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടാണ്. അപ്പോൾ അതാണ് മലയാളികൾ. ഒരു സ്പെഷ്യൽ സ്പീഷ്യസ് തന്നെയാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതിരിക്കണം? നമ്മൾ ഒരാളുടെ മാത്രമായിട്ട് കൈയടക്കി വയ്ക്കേണ്ട ഒന്നും തന്നെ ഇവിടെയില്ല. എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് നല്ലതാണ്. പല രാജ്യങ്ങളിലും ചെല്ലുമ്പം ഇന്ത്യക്കാരനാണെന്ന് കാണുമ്പോഴുള്ളൊരു പുച്ഛമുണ്ട്. ഈ വർണ്ണവിവേചനം എന്നൊക്കെ പറയില്ലേ,
ഈ സ്കിന്നിനൊരു ഭയങ്കര പുച്ഛമുണ്ട്. നമ്മുടെ പ്രോഡക്റ്റുകൾ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കും പ്രൗഢിയോടുകൂടി പറയണം. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവരി വൺ പല കാര്യങ്ങളും, അറിയാത്ത എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാൻ ഭയങ്കര മടിയുള്ള ആളാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതൊക്കെ ഈ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കൂലിപ്പണിക്ക് പോയി ആ ശമ്പളം കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ആരും എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. വേറൊരു ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എക്സ്പോർട്ടിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഓൺലൈൻ റെക്കോർഡിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റിൽ നമ്പർ ഇടാം, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.